USSന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? അപ്പോ ഇന്ത്യയിലെ മണ്ണിനങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് കറുത്ത മണ്ണിനെ പരിചയപ്പെടുന്നുണ്ട്. ഇത് പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. ഇന്ത്യയിലെ മണ്ണിനങ്ങൾ ഏറ്റവും ഫലഭൂയിഷ്ഠമായ മണ്ണ് എക്കൽ മണ്ണാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായത് കറുത്ത മണ്ണാണ്. ഉത്തര മഹാസമതലത്തിലും നദീതടങ്ങളിലും കാണപ്പെടുന്ന മണ്ണിനും എക്കൽ മണ്ണാണ്. ഫലഭൂഷ്ടി ഏറ്റവും കൂടിയ മണ്ണിനവും എക്കൽ മണ്ണ് തന്നെയാണ്. ഇംഗ്ലീഷ് മീഡിയക്കാർക്കാണ് അലുവിയൽ സോയിൽ, അലുവിയൽ. നദീതീരങ്ങളിലും ഡെൽറ്റ പ്രദേശങ്ങളിലും കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനും എക്കൽ മണ്ണാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണിനവും എക്കൽ മണ്ണാണ്. പ്ലാസി യുദ്ധം നടന്നത് 1757 അതേസമയം ഹോം റൂൾ മൂവ്മെന്റ് ആനി ബസന്റിന്റേത് 1916 ആനി ബസന്റിനോടൊപ്പം ബാലഗംഗാധര തിലകിനെയും കൂടെ ആലോചിച്ച് വെച്ചേക്ക. ഓപ്ഷനിൽ ആനി ബസന്റ് ഇല്ല എങ്കിൽ ഹോം റൂൾ മൂവ്മെന്റിന് ആരെ എഴുതാം? ബാലഗംഗാധര തിലകനെ എഴുതാം. പ്ലാസി യുദ്ധത്തിന് കാരണമായ സംഭവം നമ്മൾ ഇന്നലെ പഠിച്ചു. ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്നറിയപ്പെടുന്ന കൽക്കട്ടയിൽ നടന്ന സംഭവമാണ്. പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരും സിറാജുദ്ദൗളയും തമ്മിലാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടത്. കേരളത്തിലെ ലാർജസ്റ്റ് താലൂക്ക്, ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്, സ്മാളസ്റ്റ് താലൂക്ക് കുന്നത്തൂരുമാണ്, കുന്നത്തൂർ താലൂക്ക്. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, അതായത് ക്ഷേത്ര പ്രവേശന വിളംബരം. എല്ലാവർക്കും ക്ഷേത്രത്തിൽ കയറാനുള്ള അവകാശം നൽകിയത് ക്ഷേത്ര പ്രവേശന വിളംബരം 1936 ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്യാൻസർ ഡേ, വേൾഡ് ക്യാൻസർ ഡേ ഫെബ്രുവരി 4. പ്രധാനപ്പെട്ട ദിനങ്ങൾ: റിപ്പബ്ലിക് ദിനം ജനുവരി 26, രക്തസാക്ഷി ദിനം ജനുവരി 30. ഗാന്ധിജി കൊല്ലപ്പെട്ടത് 1948. ക്യാൻസർ ഡേ ഫെബ്രുവരി 4, സ്വാതന്ത്ര്യ ദിനം ആഗസ്റ്റ് 15. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ നവംബർ 26, അല്ലെങ്കിൽ ഭരണഘടനാ ദിനം, അതല്ലെങ്കിൽ ലാ ഡേ, നിയമദിനം, സംവിധാൻ ദിവസ് തുടങ്ങിയ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് നവംബർ 26 ദിനമാണ്. ആലോചിക്കുക, ഈ വർഷവും കൂടെ ആലോചിച്ച് വെച്ചേക്കുക. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അംഗീകരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത് 1949 നവംബർ 26 അത് നിലവിൽ വരുന്നത്, അല്ലെങ്കിൽ കെയിം ഇൻ ടു ഫോഴ്സ്, പ്രാബല്യത്തിൽ വരുന്ന 1950 ജനുവരി 26 റിപ്പബ്ലിക് ദിനം. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനുമായി ബന്ധപ്പെട്ട 1936 വർഷവും ശ്രീ ചിത്തിര തിരുനാളിനെയും മാത്രം ഓർത്തിരുന്നാൽ മതിയാകും. ഷിപ്പോയ് മ്യൂട്ടിനി, ഷിപ്പായി ലഹള 1857 പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. 1857 മീററ്റിലാണ് ആരംഭിച്ചത്. ഉത്തർപ്രദേശിലാണ് മീററ്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പുസ്തകത്തിലുള്ള ഒരു ടേബിൾ ഉണ്ട്, അത് നിർബന്ധമായും പഠിക്കുക. ഓരോ സ്ഥലത്തെയും ലീഡേഴ്സ്, അവരെവിടെയാണ് ലീഡ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ നാളെ മറ്റൊരു സെറ്റ് ചോദ്യവുമായി നമുക്ക് വീണ്ടും